ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ 2 ശമൂവേൽ 16-ാമത്തെ അധ്യായം മുതലാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 15-ാമത്തെ അധ്യായം വരെ നമ്മൾ കണ്ടു. അപ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ അബ്ശാലോം, ദാവീദിൻ്റെ പുത്രനായ അബ്ശാലോം ദാവീദ് രാജാവിനെതിരെ തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദാവീദ് യെരൂശലേം വിട്ട്, ദാവീദും ദാവീദിനോട് കൂടെയുള്ളവരും എല്ലാവരും യെരൂശലേം വിട്ട് മരുഭൂമിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു വിപ്ലവം അവിടെ നടക്കുകയാണ്. അങ്ങനെ അബ്ശാലോം യെരൂശലേമിലെത്തി. അതിനുശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദും ദാവീദിൻ്റെ കൂടെയുള്ളവരും ഇങ്ങനെ മലകൾ കയറി ഇങ്ങനെ പോകുമ്പോൾ മെഫീബോശത്ത്, അതായത് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനാണ് മെഫീബോശത്ത്. അപ്പം മെഫീബോശത്തിന് ഇത് യോനാഥാൻ്റെ 2 കാലും മുടന്തതായിട്ടുള്ള ഒരു മകനാണ് മെഫീബോശത്ത്. അപ്പോൾ ഈ മെഫീബോശത്ത് ചെറുതായിരുന്നപ്പോൾ അവൻ്റെ ധാത്രി, അതായത് അവനെ നോക്കുന്ന സ്ത്രീ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയപ്പോഴത്തേക്കും താഴെ വീണ് മുടന്തനായിപ്പോയി. അങ്ങനെയാണ് മെഫീബോശത്ത് 2 കാലും മുടന്തനായി പോയത്. അങ്ങനെയുള്ള ഈ മെഫീബോശത്തിന് പിന്നീട് ദാവീദ് രാജാവായപ്പോൾ രാജസന്നിധിയിൽ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് അവിടെ ആക്കിയിരുന്നു. അതനുഭവിച്ച് വരികയായിരുന്നു ഈ മെഫീബോശത്ത്. എന്നാൽ ഇപ്പോൾ ഈ ദാവീദ് രാജാവ് ഇസ്രായേൽ വിട്ട് പോകുമ്പോൾ മെഫീബോശത്ത് ദാവീദിൻ്റെ കൂടെ പോന്നിരുന്നില്ല. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്ക് മെഫീബോശത്തിൻ്റെ വൃത്യനായ, അതായത് മെഫീബോശത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സീബ എന്ന വൃത്യനുണ്ട്. അപ്പോൾ ഈ വൃത്യൻ്റെ കുടുംബവും അവരെല്ലാവരും ഇങ്ങനെയാണ് മെഫീബോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെയുള്ള അങ്ങനെയുള്ള സീബ 2 കഴുതയുമായി എതിരെ വന്നു. അപ്പോൾ ഈ 2 കഴുത എന്ന് പറഞ്ഞാൽ 2 കഴുതയുടെ പുറത്ത് 200 അപ്പം, 100 ഉണക്ക മുന്തിരിക്കൊലയും 100 അത്തി അടയും 1 തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. ഇപ്പോൾ ദാവീദ് രാജാവ് ഇപ്പോൾ സീബയോട് ചോദിച്ചു, ഇതെന്താണ്? സീബ പറഞ്ഞു, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക്, രാജാവിൻ്റെ ഭൃത്യന്മാർക്ക് തിന്നാനും വീഞ്ഞ മരുഭൂമിയിൽ ക്ഷീണം ചേർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ദാവീദ് രാജാവ് തിരിച്ചു ചോദിച്ചു, നിൻ്റെ യജമാനൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചു. നിൻ്റെ യജമാനൻ എന്ന് വെച്ചാൽ ശൗലിൻ്റെ മകൻ മെഫീബോശത്ത് എവിടെ എന്നാണ് ദാവീദ് രാജാവ് ചോദിച്ചത്. അപ്പോൾ സീബ പറഞ്ഞു, അവൻ യെരൂശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗൃഹം എൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെഫീബോശത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ വെളിവായി വരുന്നത്. അപ്പോൾ ശൗല് ദൈവസന്നിധിയിൽ പാപം ചെയ്ത് ദൈവം ശൗലിനെ നീക്കിക്കളഞ്ഞു. ശൗലിൻ്റെ കുടുംബത്തെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അതിൽ മെഫീബോശത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഈ മെഫീബോശത്തിനോട് ദൈവം കരുണ കാട്ടി ദാവീദ് രാജാവ് അങ്ങനെ അവന് വേണ്ട സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു. എങ്കിലും ഒരു അവസരം വന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ ചിന്തകൾ അവിടെ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വൃത്യനായ സീബ പറഞ്ഞ്, ഇങ്ങനെ ദാവീദ് രാജാവ് ഇസ്രായേൽ നഗരം വിട്ട് ഓടി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇസ്രായേലിലുള്ള ഈ മറ്റ് മൂപ്പന്മാരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ രാജാവാക്കും എന്നാണ് അവൻ്റെ വിചാരം എന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മെഫീബോശത്തിന് വിട്ട് ഈ സീബ വരികയാണ്. അപ്പോൾ രാജാവ് സീബയോട്, ഇതാ മെഫീബോശത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. കാരണം ഇനി മെഫീബോശത്തിന് ദാവീദിൻ്റെ സന്നിധിയിൽ ഇനി സ്ഥാനമില്ല. അവനുള്ളതെല്ലാം, അവന് കൊടുത്തിരുന്ന ഇതെല്ലാം നിനക്കാണ്. ഇനി അവൻ്റെ സ്വത്തുക്കളും മറ്റും എല്ലാം ഇനി നിനക്കായിരിക്കും എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനായ രാജാവെ, ഞാൻ നമസ്കരിക്കുന്നു, തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദാവീദ് രാജാവ് ബഹുരൂമിൽ എത്തിയപ്പോൾ ശൗലിൻ്റെ കുലത്തിൽ ഗേരയുടെ മകനായ ശിമെയി എന്നുള്ളവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. അങ്ങനെ ഈ ശിമെയി
ഈ ശൗലിൻ്റെ കുലത്തിലുള്ള ആളായതുകൊണ്ട് ദാവീദിനെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ദാവീദ് രാജാവിനെതിരെ അവരുടെ ആളുകൾ പോകുന്നതിനൊക്കെ എതിരായിട്ട് അവരെ കല്ല് വാരി എറിയുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുപോലെ പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. രക്തപാതക നീച്ചാ പോ, ശൗൽ ഗൃഹത്തിൻ്റെ രക്തം യഹോവ നിൻ്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിൻ്റെ ദോഷത്തിൻ്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി, രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബീശായി രാജാവിനോട്, ഈ ചെത്ത നായ എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ് സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനെ കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീന്യൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിമെയി മലയഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നിങ്ങനെ കല്ലും മണ്ണൊക്കെ വാരി എറിഞ്ഞ് ഇങ്ങനെ ശപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദാവീദ് അവനോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇടയായില്ല ആ സമയത്ത്. അങ്ങനെ അവർ രണ്ടുപേരും അവർ കൂടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഈ ബഹ്റൂമിൽ എത്തി. എന്നാൽ ആ സമയത്ത് അബ്ശാലോമും ഇസ്രായേലിയരായ ജനങ്ങളെല്ലാം കൂടെ അഹീതോഫൽ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ മന്ത്രിയായിരുന്നു. ഈ മന്ത്രിയായിരുന്ന അഹീതോഫലാണ് പിന്നീട് ഈ അബ്ശാലോമിൻ്റെ വളരെ അടുത്ത ആളായിട്ട് മാറി പെട്ടെന്ന്. അങ്ങനെ അവരെല്ലാം കൂടി യെരൂശലേമിലെത്തി. ദാവീദിൻ്റെ സ്നേഹിതൻ അർഖ്യനായ ഹൂശാലി അബ്ശാലോമിൻ്റെ അടുക്കൽ വന്ന് അബ്ശാലോമിനോട്, രാജാവേ ജയ എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജാവിനെ സ്തുതിച്ചുകൊണ്ട് വന്നു ഹൂശായി. അപ്പം ഹൂശായി നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. ഹൂശായി ദാവീദിൻ്റെ അടുത്ത് എന്നാണ്. എന്നാൽ ദാവീദ് രാജാവ് പറഞ്ഞു, നീ രാജധാനിയിൽ തന്നെ നിൽക്കുക, നീ അവിടെ ഉള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ പുരോഹിതന്മാരെ അറിയിക്കുക, അവരെന്നെ അതിനെക്കുറിച്ച് അറിയിക്കും എന്നുള്ള രീതിയിൽ അവിടെ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഹൂശായി നേരെ അബ്ശാലോമിൻ്റെ അടുത്ത് ചെന്നു, രാജധാനിയിൽ ചെന്നു. രാജാവേ ജയ എന്ന് പറഞ്ഞ് നിന്ന് അബ്ശാലോമിനെ മുഖം കാണിച്ചു. അപ്പോൾ അബ്ശാലോം ഹൂശായിയോട്, ഇതാകുന്നുവോ നിൻ്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം? സ്നേഹിതനോട് കൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഹൂശായി അബ്ശാലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രായേലിയരൊക്കെ ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ. അവൻ്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവൻ്റെ മകനെ അല്ലയോ? ഞാൻ നിൻ്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചങ്ങ് സൂചിപ്പിച്ചു, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ സൂചിപ്പിച്ചു. അനന്തരം അബ്ശാലോം അഹീതോഫലിനോട്, നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറയുവിൻ എന്ന് പറഞ്ഞു. ഈ അബ്ശാലോമിന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ അഹീതോഫൽ അല്ലെങ്കിൽ കൂടെയുള്ളവരാണ് തീരുമാനിക്കുന്നത്. അഹീതോഫൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിൻ്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിൻ്റെ അപ്പനെ നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. നിന്നോട് കൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയായ ദൈവം മുമ്പ് ദാവീദിനോട് കൊടുത്തിട്ടുള്ള അരുളപ്പാട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവിടെ നടക്കുകയാണ്. അങ്ങനെ അവർ അബ്ശാലോമിന് ഒരു വെൺമാടത്തിന്മേൽ ഒരു കൂടാരം അടിച്ചു. അവിടെ അബ്ശാലോം എല്ലാ ഇസ്രായേലികളും കാണുകയെ തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ അക്കാലത്ത് അഹീതോഫൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീതോഫലിൻ്റെ ആലോചന എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ അഹീതോഫലിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ അബ്ശാലോമിന് വലിയ കാര്യമായിരുന്നു. അബ്ശാലോമിന് അഹീതോഫൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ മാതിരി വളരെ അഹീതോഫൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു വിധത്തിലാണ് അവിടെ നടന്നിരുന്നത് കാര്യം. അനന്തരം അഹീതോഫൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത്
പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിൻ്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു ഗൂഢതന്ത്രം അല്ലെങ്കിൽ ഗൂഢാലോചനയും കൂടെയാണ് അഹിതോഫെൽ ഈ അബ്ശാലോമിൻ്റെ അടുത്ത് ചെന്നത്. ഈ പറഞ്ഞ കാര്യം അബ്ശാലോമിന് ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശാലോം അർഖ്യനായ ഹൂശായിയെ വിളിക്കുക, അവൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹൂശായിയെ വിളിച്ച് അബ്ശാലോം അവനോട് ഇന്ന പ്രകാരമൊക്കെ അഹിതോഫെൽ പറഞ്ഞിരിക്കുന്നു, അതുപോലെ ചെയ്യണോ, അല്ലെങ്കിൽ നീ എന്താണ് നിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ നീ പറ എന്ന് പറഞ്ഞു. ഹൂശായി എന്നാൽ അബ്ശാലോമിനോട് പറഞ്ഞത്, അഹിതോഫെൽ ഈ പ്രാവശ്യം പറഞ്ഞ ഈ ആലോചന നന്നല്ല. നിൻ്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. കാരണം മുമ്പ് ദാവീദും ദാവീദിൻ്റെ കൂടെയുള്ളവരും 600 പേരാണ് പടയാളികളായിട്ടുണ്ടായിരുന്നത്. ദാവീദിൻ്റെ ചേവകരും എന്നാണ് അറിയപ്പെടുന്നത്, ചേകവർ. അപ്പോൾ ഇവർ എല്ലാവരും വളരെയേറെ കാലം ഈ ശൗല് വേട്ടയാടുന്ന സമയങ്ങളിൽ ഇതുപോലെ കാട്ടിലും അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വളരെ വീരന്മാരായിരുന്നു. അപ്പോൾ എവിടെ ഒളിച്ചും അങ്ങനെ പലയിടത്തും ഒക്കെ ഓടി അങ്ങനെ നടക്കുകയായിരുന്നു. വളരെ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്തു. എല്ലാത്തിനും ദൈവം വിജയം കൊടുത്തു. ഈ ശൗല് ഒരിക്കലും ദാവീദിനെ പിടിക്കാനായിട്ട് ഇടയായില്ല. എന്നാൽ ശൗലിനെ പലതവണയും ദാവീദിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. എന്നാൽ ദാവീദ് വളരെയധികം ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ശൗലിനെ അപായപ്പെടുത്താനായിട്ട് തുനിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ ഹൂശായിക്കറിയാം. അപ്പോൾ ഹൂശായി അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ അഹിതോഫെലിൻ്റെ ഈ വലിയ ഒരു ആലോചനയുണ്ട്, അതിനെ തട്ടിക്കളയാമെന്നുള്ളതാണ് അവിടെ ഹൂശായിയുടെ ഒരു ജോലി. അപ്പോൾ അതനുസരിച്ച് ഹൂശായി ഈ കാര്യങ്ങളൊക്കെ അബ്ശാലോമിനോട് പറയാണ്. നിൻ്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിൻ്റെ അപ്പൻ യോദ്ധാവാകുന്നു, ദാവീദ് രാജാവ് ഒരു യോദ്ധാവാണ്. അവൻ ജനത്തോടുകൂടെ പാർക്കുകയില്ല, ജനത്തോടുകൂടെ ഒരിക്കലും രാത്രി കിടന്ന് ഉറങ്ങത്തില്ല, അതുകൊണ്ട് ഈ ഉറങ്ങിക്കളയത്തില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. കാരണം വളരെ ഉപായത്തിലാണ്, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് സ്വന്തം കാര്യം നോക്കാനായിട്ട് ദാവീദ് രാജാവിന് അറിയാം എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവരിൽ ചിലർ പെട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിൻ്റെ പക്ഷക്കാരിൽ സംഹാരം ഉണ്ടായി എന്ന് പറയും. അതുകൊണ്ട് ദാവീദിനെ പിടിക്കാനായിട്ട് ഇവർ പോകുമ്പോഴത്തേക്കും ദാവീദ് വേറെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഈ പിടിക്കാനായിട്ട് പോയിട്ടുള്ള ഇവരുടെ ഈ പടയാളികൾക്കെതിരെ അവർ പെട്ടെന്ന് ഈ ഗറില്ല യുദ്ധതന്ത്രം പോലെ പെട്ടെന്നൊരു ആക്രമണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ അബ്ശാലോമിൻ്റെ പട്ടാളക്കാർ ഒരുപാട് പേരും മരിക്കും. അപ്പോൾ അത് പുറത്ത് പെട്ടെന്ന് ഈ വാർത്ത വരുമ്പോഴത്തേക്കും ഈ അബ്ശാലോമിൻ്റെ പക്ഷക്കാരെയൊക്കെ ദാവീദ് കൊന്നു കളഞ്ഞു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിൻ്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവർ ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അങ്ങനെ മറ്റൊരു ആലോചന കൊടുക്കുകയാണ്. അങ്ങനെ പട്ടാപ്പകൽ നിൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ അബ്ശാലോം തന്നെ അതിന് നേതൃത്വം കൊടുത്ത് യുദ്ധത്തിന് പോകണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച മഞ്ഞ് ഭൂമിയിൽ പൊഴിയുന്നത് പോലെ അവൻ്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ അവനോട് കൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലെല്ലാം ആ പട്ടണത്തിന് കയറ് കെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതാകും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും എന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു അബ്ശാലോമിനെ ഒരു വലിയ രാജാവായിട്ട് ഹൂശായി അങ്ങോട്ട് മാറ്റിക്കളയാണ്. അങ്ങനെ വലിയൊരു ആലോചന അങ്ങ് കൊടുക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലെന്ന് തോന്നുന്ന രീതിയിലുള്ള ആലോചനയാണ് പറയുന്നത്.
അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലും അഹീതോഫലിൻ്റെ ആലോചനയേക്കാൾ അർഹ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഈ അബ്ശാലോമിന് അനർത്ഥം വരാൻ വേണ്ടിയിട്ട് ഈ അബ്ശാലോമിൻ്റെ കൂടെയുള്ള അഹീതോഫൽ മുമ്പത്തെ ദാവീദ് രാജാവിൻ്റെ പഴയ മന്ത്രിയായിരുന്ന അഹീതോഫലിൻ്റെ നല്ല ആലോചനയെ, ഇപ്പോൾ അഹീതോഫലിൻ്റെ ആലോചനയായിരുന്നു യഥാർത്ഥത്തിൽ മിലിറ്ററി തന്ത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായിരുന്നു നല്ലത്. എന്നാൽ അതിനെ ഇല്ലാതാക്കുവാനായിട്ട് യഹോവയായ ദൈവം നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഹൂശായി വഴി ഇങ്ങനെ ഒരു ആലോചന കൊടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാറിനോടും ഇന്നിന്ന പ്രകാരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആഹിതോഫൽ ഇങ്ങനെ അബ്ശാലോമിനോട് ഇസ്രായേൽ മൂപ്പന്മാരോട് ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവെങ്കിൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കാൻ ഏതു വിധേനെ അക്കരെ കിടക്കണമെന്ന് ദാവീദിനെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്തു. അങ്ങനെ അവർ യോനാഥാനും അഹിമാസും പട്ടണത്തിൽ തന്നെ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് രോഗലിനെതിരെ അരികെ കാത്തു നിൽക്കും ഒരു വേലക്കാരത്തി എന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ അവർ പോയി. എന്നാൽ ഒരു ബാല്യക്കാരൻ, അതായത് ഒരു ഭൃത്യൻ, അബ്ശാലോമിൻ്റെ ഒരു ഭൃത്യൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹ്റൂമിൽ ഒരു ആളുടെ വീട്ടിൽ കയറി. അവൻ്റെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി വീട്ടുകാരത്തി മൂടുവിരി എടുത്ത് കിണറ്റിൻ്റെ വായ്മേൽ വിരിച്ച് അതിൽ ഗോതമ്പ് തരി ചിക്കി. ഇങ്ങനെ കാര്യം അറിയാൻ ഇടയായില്ല. അങ്ങനെ വളരെ രഹസ്യത്തിൽ ഈ കാര്യം അറിയിക്കാനായിട്ട് ചെന്ന യോനാഥാനെ അഹിമാസിനെ ഒളിപ്പിച്ചു. അപ്പോൾ ദാവീദിനോട് കൂറുള്ള ആളുകളാണ്. അപ്പോൾ അവ അങ്ങനെ ഒളിപ്പിച്ചു. അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ ചെന്നു. അഹിമാസ് യോനാഥാനെ എവിടെയെന്ന് ചോദിച്ചു. അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അങ്ങനെ അവരന്വേഷിച്ച് കാണാത്തതുകൊണ്ട് അവർ പോയി. അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോവുകയും ഇന്നിന്ന പ്രകാരം അഹീതോഫൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനവും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴത്തേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫൽ തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്ന് മരിച്ചു. അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ വളരെ വലിയൊരു ഗൂഢാലോചന, വളരെ വലിയൊരു ചതിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുവാനായിട്ട് പോയത്. അതിനെ യഹോവയായ ദൈവം പെട്ടെന്ന് തന്നെ അതിനെ വൃഥാവിലാക്കി കളഞ്ഞു എന്നുള്ളതാണ് അവിടെ വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൃത്യസമയത്ത് ആ ആലോചന ദാവീദ് രാജാവിൻ്റെ ചെവിയിൽ ദൈവം എത്തിക്കുകയും അങ്ങനെ ദാവീദ് പെട്ടെന്ന് ആ ഒരു ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയും. അപ്പോൾ അഹീതോഫൽ ഇങ്ങനെ ആലോചന പറഞ്ഞു, അബ്ശാലോമിനോട് പറഞ്ഞു. പിന്നെ ഹൂശായി മറ്റൊരു ആലോചന പറഞ്ഞു. അതാണ് എല്ലാവർക്കും ബോധിച്ചത്. എങ്കിൽ പോലും അഹീതോഫലിൻ്റെ കയ്യിലാണ് മുഴുവൻ കൺട്രോളും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഹീതോഫലിൻ്റെ കയ്യിൽ മുഴുവൻ കൺട്രോളും മുഴുവൻ മിലിറ്ററി ചുമതലയെല്ലാം അഹീതോഫലിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അഹീതോഫൽ ഈ അബ്ശാലോമിൻ്റെ അനുവാദം ഇല്ലെങ്കിൽ പോലും അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആ ഒരു ആലോചന ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അഹീതോഫൽ തൻ്റെ ആലോചന നടന്നില്ല. ദാവീദ് രാജാവും കൂടെയുള്ള ആൾക്കാരൊക്കെ യോർദാൻ കടന്ന് പോയി എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ആലോചനകൾ മുഴുവൻ പൊളിഞ്ഞുപോയി എന്ന് കണ്ടപ്പോൾ പിന്നെ തൻ്റെ കാര്യം ഇനി പോക്കാം എന്നുള്ള രീതിയിൽ അവന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ചെന്നിട്ട് കെട്ടി ഞാന്ന് മരിച്ചത്. കാരണം ചെയ്ത ചതി ഏറ്റില്ല. അപ്പോൾ ആ ചതിക്ക് ദൈവം വലിയൊരു മറുപടി കൊടുത്തു എന്ന് കണ്ടപ്പോൾ അഹീതോഫൽ പിന്നെ പോയി സ്വയം ഒടുക്കുവാനായിട്ട് ഇടയായി. പിന്നെ ദാവീദ് മഹാനയീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാപതിയാക്കി. അപ്പോൾ യോവാബ് ദാവീദിൻ്റെ കൂടെയാണ്. ദാവീദ് രാജാവായിരുന്നപ്പോൾ ദാവീദ് രാജാവിൻ്റെ സേനാപതിയായിരുന്നു. ദാവീദ് പോയപ്പോഴത്തേക്കും യോവാബും ദാവീദിൻ്റെ കൂടെ പോയി. അമാസയോ നാഹാശിൻ്റെ മകളും
യോവാബിൻ്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലിൻ്റെ അടുക്കൽ ഇത്ര എന്ന പേരുള്ള ഇസ്മായേലിയൻ ചെന്നിട്ടുണ്ടായ മകനാണ് അമാസ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി അവിടെ ഉണ്ട്. നാഹാശിൻ്റെ മകളും യോവാബിൻ്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ, അപ്പോൾ യോവാബിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ഈ പറഞ്ഞ അമാസ. എന്നാൽ ഇസ്രയേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി ദാവീദ് മഹാനയീമിലെത്തി അമ്മോന്യരുടെ റബ്ബയിൽ നിന്ന് നാഹാശിൻ്റെ മകൻ ശോബി ലോദബാറിൽ നിന്ന് അമ്മിയേലിൻ്റെ മകൻ മാഖീർ, പിന്നെ രോഗലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബെർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. അങ്ങനെ അവരത് അറേഞ്ച് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ കൂടെയുള്ള ആളുകളുടെ എണ്ണം നോക്കി. എന്നിട്ട് അവർക്ക് ശതാധിപന്മാരെയും സഹസ്രാധിപന്മാരെയൊക്കെ നിയമിച്ചു. അപ്പോൾ വളരെ വലിയൊരു ജനക്കൂട്ടമാണ്. ദാവീദ് ജനത്തിൽ 1/3 പങ്കും യോവാബിൻ്റെ കൈക്കീഴും, 1/3 പങ്ക് സെരൂയയുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബീശായിയുടെ കൈക്കീഴും, 1/3 പങ്ക് ഗിത്യനായ ഇത്ഥായിയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോട് കൂടെ വരും എന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങൾ പാതി പേർ പെട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിനോട് എത്രമാത്രം ജനങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ രാജാവ് ജനത്തോട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പട്ടാളക്കാരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പടിവാതിൽക്കൽ നിന്നു. ജനമൊക്കെയും 100 1000 പുറപ്പെട്ടു. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോട് പെരുമാറുവിൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ അബ്ശാലോമിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചാലും അബ്ശാലോമിനെ കൊന്നുകളയരുത് എന്നാണ് ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ദാവീദും അതുപോലെയാണ് ശൗലിനോടും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ ദാവീദും പെരുമാറിയത് അതുപോലെയായിരുന്നു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. അപ്പോൾ പട്ടാളക്കാരെല്ലാവരും അവർ കേട്ടു. പിന്നെ ജനം പടനിലത്തേക്ക് ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിൻ്റെ ചേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പെട്ടുപോയി. 20,000 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ദാവീദിൻ്റെ പട്ടാളമാണ് ജയിച്ചത്. കാരണം യഹോവയായ ദൈവം ദാവീദിൻ്റെ കൂടെയാണ്. അന്ന് വാളിന് ഇരയായതിലും അധികം പേർ വനത്തിന് ഇരയായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനിലാണ് ഈ യുദ്ധം നടന്നത്. അങ്ങനെ അബ്ശാലോം ദാവീദിൻ്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയി അബ്ശാലോം. ഇങ്ങനെ ഓടിപ്പോയപ്പോഴത്തേക്കും ദാവീദിൻ്റെ പട്ടാളക്കാരുടെ ഇടയിൽ പെട്ടുപോയി. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെ എത്തി. അവൻ്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അപ്പോൾ ഈ തലമുടി അതിൽ പെട്ടിട്ട് ഈ കഴുത ഓടിപ്പോയി ഈ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരുത്തനെ അത് കണ്ടിട്ട് അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട്, 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന് നേരെ കൈ നീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്ഥായിയോടും ഞാൻ കേൾക്കുകയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവൻ്റെ പ്രാണനെ ദോഹിച്ചു നിന്നെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കുകയില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇത് കൊല്ലാൻ പാടില്ല എന്നുള്ളത് രാജാവ് വളരെ കൃത്യമായിട്ട് എല്ലാവരും കേൾക്കുകയാണ് കൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്നാണ് ആ കണ്ട ആൾ പറഞ്ഞത്. അതിന് യോവാബ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളയുകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോട് തൂങ്ങിക്കിടക്കുമ്പോൾ
തന്നെ അവയെ അവൻ്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി. അങ്ങനെ യോവാബ് ഈ അബ്ശാലോമിനെ ആക്രമിച്ചു, അബ്ശാലോമിനെ കൊന്നുകളഞ്ഞു. യോവാബിൻ്റെ ആയുധവാഹകരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളം ഊതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടർന്നത് വിട്ടു മടങ്ങി. അബ്ശാലോമിനെ അവരെടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവൻ്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേലൊക്കെയും താൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അബ്ശാലോം ജീവനോടിരുന്ന സമയം, എൻ്റെ പേര് നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ താഴ്വരയിൽ തൂണെടുത്ത് നാട്ടി അതിന് തൻ്റെ പേര് വിളിച്ചിരുന്നു. അതിന് ഇന്ന് വരെ അബ്ശാലോമിൻ്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അത് അവിടെ ഒരു പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അതായത് അബ്ശാലോമിന് മക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. മക്കളെന്ന് വെച്ചാൽ മകനില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അനന്തരം സാദോക്കിൻ്റെ മകനായ അഹിമാസ്, ഞാൻ ചെന്ന് രാജാവിനോട് യഹോവ അവന് വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാബ് അവനോട്, നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല. ഇനി ഒരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയി ചെന്ന് ദാവീദ് രാജാവിൻ്റെ പക്കൽ നിന്ന് നിനക്ക് അരുതാത്തത് സംഭവിക്കേണ്ട എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ യോവാബ് കൂശ്യനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. കൂശ്യൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിൻ്റെ മകനായ അഹിമാസ് പിന്നെ യോവാബിനോട്, ഏതായാലും ഞാനും കൂശ്യൻ്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, എൻ്റെ മകനെ, നീ എന്തിനു ഓടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും ഏതായാലും ഞാൻ ഓടുമെന്ന് പറഞ്ഞാൽ എന്നാൽ ഓടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പുറകെയായിട്ട് ഇങ്ങനെ ഓടി. ഒരാൾ മുമ്പിലും മറ്റൊരാൾ പുറകിലുമായിട്ട് ഓടി. എന്നാൽ അഹിമാസ് ഈ ആവേശം കൊണ്ട് കൂശ്യനെ കടന്നുപോയി. ദാവീദ് 2 പടിവാതിലിനും മധ്യയിരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിന് മീതെ അതിലിന് മുകളിൽ കയറി തലയുയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, അവൻ ഏകനെങ്കിൽ സദ്വർത്തമാനവും കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്ന് അടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തന് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവരോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ച് ഓടി വരുന്നു എന്ന് പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവൻ്റെ ഓട്ടം ഇന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ അഹിമാസിൻ്റെ ഓട്ടം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹിമാസ് രാജാവിനോട് ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിൻ്റെ മുമ്പ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനായ രാജാവിന് നേരെ കൈ ഓങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹിമാസ്, യോവാബ് രാജാവിൻ്റെ വൃത്തിനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു. അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ അവിടെ മാറി നിൽക്കാം. ഉടനെ രണ്ടാമത്തെ ആൾ വന്നു. കൂശ്യൻ വന്നു. അപ്പോൾ യജമാനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം. നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നുവെന്ന് കൂശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശ്യനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനായ രാജാവിൻ്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ മരിച്ച കാര്യം അറിയുന്നതിന് പല വഴികളുണ്ട്. അതിങ്ങനെയും പറയാം എന്നുള്ളതാണ്. നേരിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ രാജസന്നിധിയിൽ നിന്ന് വലിയ കോപത്തിന് ഇടയായി തരും. അതുകൊണ്ട് അവനെപ്പോലെ ആയി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി. രാജാവ് ഉടനെ നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമി, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമി എൻ്റെ മകനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. അതിനുശേഷം 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവ് അബ്ശാലോമിനെ കുറിച്ച് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് യോവാബ് കേട്ടു. ഇപ്പോൾ രാജാവ് തൻ്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു.
ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ രാജാവ് വളരെയധികം ദുഃഖിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ യോവാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് രാജാവിനോട് ഇങ്ങനെ വളരെ ദുഃഖത്തോടു കൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞങ്ങളെയൊക്കെ നീ ലജ്ജിപ്പിക്കുകയാണ് ചെയ്തത്. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നീ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. ഇന്ന് അബ്ശാലോം ജീവിച്ചിരുന്നു ഞങ്ങളെല്ലാം മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിനക്ക് പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ട് സന്തോഷമായിട്ട് സംസാരിക്കുക, എല്ലാവരോടും സന്തോഷമായിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ ആരും രാജാവിൻ്റെ കൂടെ ഇവിടെ താമസിക്കുകയില്ല. അത് പിന്നീട് രാജാവിന് വലിയ അനർത്ഥങ്ങളായിട്ട് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കലിരുന്നു. അങ്ങനെ സകല ജനവും രാജാവിൻ്റെ മുമ്പിലെത്തി. ഇസ്രായേലിൽ എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയി. ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചിട്ട് പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പെട്ടുപോയി. അതുകൊണ്ട് രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നീട് അറിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിൻ്റെ അടുക്കൽ ഇങ്ങനെ ആൾക്കാരെ അയച്ചു. നിങ്ങൾ ചെന്നിട്ട് യഹൂദ മൂപ്പന്മാരോട് ചെന്നിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന നിലയിൽ പറഞ്ഞു. അങ്ങനെ അവർ ആ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും അങ്ങനെ സകല യഹൂദ പുരുഷന്മാരും നീയും നിൻ്റെ സകല വൃത്തിന്മാരും മടങ്ങി വരുവിൻ എന്ന് രാജാവിൻ്റെ അടുക്കൽ അയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാൻ തീരത്തെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ട് പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ചെന്ന് രാജാവ് കാണുക യോർദാൻ കടന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ മുമ്പ് രാജാവ് പോകുമ്പോഴത്തേക്കും രാജാവിനെ ഒരുപാട് കല്ലെറിയുകയും അല്ലെങ്കിൽ രാജാവിൻ്റെ പൊസിഷനെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ശപിക്കുകയൊക്കെ ചെയ്തിരുന്ന ഗേരയുടെ മകനായ ശിമെയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന് മുമ്പിൽ വീണ് രാജാവിനോട് എൻ്റെ ക്ഷമ ചോദിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ രാജാവിൻ്റെ കൂടെയുള്ളവർ അവനെ കൊന്നു കളയണമെന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് രാജാവ് ഇന്ന് ഈ ദിവസം ഞാൻ ഇസ്രായേലിൻ്റെ രാജാവാണ്, അതുകൊണ്ട് നീ മരിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ശൗലിൻ്റെ മകനായ മെഫീബോശത്ത് രാജാവിനെ എതിരേൽപ്പാൻ വന്നു എന്നാണ് എഴുതിയത്. അപ്പോൾ ദാവീദ് രാജാവ് പോയ ദിവസം മുതൽ അവൻ തൻ്റെ കാലിന് രക്ഷ ചെയ്യുകയോ നാട് ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോട് കൂടെ വരാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവ്, എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോട് കൂടെ പോകേണ്ടതിന് കോപ്പിയിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരുമനസ്സിൽ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിൻ്റെ മുമ്പാകെ അടിയൻ്റെ വൃദ്ധുമകനൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് ആവലാതി പറയാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളൂ എന്തുവാണ്. ഇപ്പോൾ രാജാവ് അവനോട്, നീ നിൻ്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്തു കൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ, യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അവിടെ വെച്ചിട്ട് അവനോടും കോപിക്കാനായിട്ട് ഇടയായി തീർന്നില്ല.
അങ്ങനെ ഈ ഗിലെയാദ്യനായ ബർസില്ലായി രോഗിയിൽ നിന്ന് വന്ന്. അപ്പോൾ ഈ ബർസില്ലായി എന്ന് പറയുന്നത് 80 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ബർസില്ലായി രാജാവിനെ, ഈ ദാവീദ് രാജാവിനെ അവിടുന്ന് വിപ്ലവത്തിൽ കൂടി ഇവർ പുറത്താക്കിയപ്പോൾ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ രാജാവ് തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ബർസില്ലായിയോട്, നീ യെരുശലേമിലേക്ക് വാ, ഞാൻ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം, നീ അങ്ങോട്ട് വാ എന്നിങ്ങനെ ക്ഷണിച്ചു. എന്നാൽ ബർസില്ലായി അത് സമ്മതിച്ചില്ല. കാരണം തനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ടും മറ്റു കാര്യങ്ങൾ തനിക്കിനി രാജാവിനോട് കൂടെ എങ്ങനെ കഴിയുവാനായിട്ട് ഇനി പറ്റത്തില്ല, അതുകൊണ്ട് അടിയൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് തൻ്റെ മകനായ കിംഹാം എന്ന ആൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ രാജാവിൻ്റെ കൂടെ, ദാവീദ് രാജാവിൻ്റെ കൂടെ വിടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ പോകുന്ന ഈ വഴിയിൽ ഇസ്രായേൽ പുരുഷന്മാർ, യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടി രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെ രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും ദാവീദിൻ്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ന് ചോദിച്ചു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിൻ്റെ വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്, ദാവീദിങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാളും അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടത് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ആ ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഡിവിഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 2 രാജ്യമായിട്ടാണ് ഇത് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന് യഹൂദ അല്ലെങ്കിൽ ജുദയ, മറ്റേത് സമേറിയ. അപ്പം ഇവർ 2 സമേറിയ ഇസ്രായേലിൻ്റെ ഭാഗ്യവാദങ്ങൾ, അപ്പോൾ അതിനെ ഇസ്രായേലെന്നും അറിയപ്പെടും. ഇത് 2 കൂട്ടരും 2 രാജാക്കന്മാരെയാണ് വഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാവീദ് ആയപ്പോഴത്തേക്കും ദാവീദിനെ അവർ ശൗലിനെ പോലെ തന്നെ ദാവീദിനെയും അവർ കണക്കാക്കി അങ്ങനെ രാജാവായിട്ട് വാഴിച്ചു. അതിനുശേഷം ഇങ്ങനെ ഈ നിഷ്കാസനത്തിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ഡിവിഷൻ പിന്നീട് വളരെ വലുതായിട്ട് വരുന്നതായിട്ട് കാണാം. പിന്നീട് അതിനുശേഷം നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ശലോമോൻ്റെ കാലത്ത് എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ നിൽക്കുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഈ ഡിവിഷൻ ഇത് വന്നിട്ട് ദാവീദിൻ്റെ ഗൃഹം അല്ലെങ്കിൽ ദാവീദിൻ്റെ ഈ സന്തതി പരമ്പരകൾ യഹൂദയുടെ രാജാക്കന്മാരായിട്ട് ഇങ്ങനെ തുടരുന്നതായിട്ട് നമ്മൾ കാണാം. എന്നാൽ ഈ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ മറ്റേ സമേറിയ ഉൾപ്പെടുന്ന മറ്റ് പ്രദേശത്തിൻ്റെയൊക്കെ രാജഭരണത്തിൽ വളരെയധികം മാറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവം മുമ്പ് കൽപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പിന്നീട് നടക്കുന്നതായിട്ട് നമ്മൾ കാണാം. അതിലും 19-ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 20 മുതൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. താങ്ക് യു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.